സ്നേഹവാനായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാത നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചുവല്ലോ. ഞങ്ങൾ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു ആരാധനയിൽ പങ്കുചേരുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. അവിടുത്തെ ആത്മാവിനെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈ ആരാധനയിൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഗായക സംഘത്തോട് ചേർന്ന് പ്രാരംഭഗാനം ആലപിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. രണ്ടാം ഭാഗം. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കന്നയും മോചനവുമുണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കുവാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമുക്ക് ചേർന്ന് ചൊല്ലാം. എന്റെ പാറയും ഉപകാരമായ യഹോവേ, സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനസ്സാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നാം തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നാം ചെയ്തു പോയ എല്ലാ കുറവുകളെയും ഓർത്ത് ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ, നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ മതിയായവനായ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ കുറവുകളെ ഒരു നിമിഷം മൗനമായി ഏറ്റുചൊല്ലാം. അതിനുശേഷം മൂന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തിരിക്കും. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു.
ദൈവമേ, നിർമ്മമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ നീ പുതുക്കണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അനുസരിച്ചുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവ ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപച്ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശു ക്രിസ്തുവിൻ്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയോടുകൂടിയ കനിവ് കൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. കർത്താവിനെ സ്തുതിക്കുവീൻ. 100-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് അർപ്പിടുവീൻ. സന്തോഷത്തോടെ യഹോവയെ സേവിക്കുവീൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവേൻ. പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇപ്പോൾ ഇന്നത്തേക്കുള്ള പഴയ നിയമവേദഭാഗം നമുക്ക് വായിക്കുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കാം. The first lesson is taken from 2 Kings chapter 2 verses 1 to 15. The time came for the Lord to take Elijah up to heaven in a whirlwind. Elijah and Elisha set out from Gilgal, and on the way Elijah said to Elisha, "Now stay here, the Lord has ordered me to go to Bethel." But Elisha answered, "I swear by my loyalty to the living Lord and to you that I will not leave you." So they went on to Bethel. A group of prophets who lived there went to Elisha and asked him, "Do you know that the Lord is going to take your master away from you today?" "Yes, I know," Elisha answered, "but let's not talk about it." Then Elijah said to Elisha, "Now stay here, the Lord has ordered me to go to Jericho." But Elisha answered, "I swear by my loyalty to the living Lord and to you that I will not leave you." So they went on to Jericho. A group of prophets who lived there went to Elisha and asked him, "Do you know that the Lord is going to take your master away from you today?" "Yes, I know," Elisha answered, "but let's not talk about it." Then Elijah said to Elisha, "Now stay here, the Lord has ordered me to go to the river Jordan." But Elisha answered, "I swear by my loyalty to the living Lord and to you that I will not leave you." So they went on, and 50 of the prophets followed them to the Jordan. Elijah and Elisha stopped by the river, and the 50 prophets stood a short distance away. Then Elijah took off his cloak, rolled it up, and struck the water with it. The water divided, and he and Elisha crossed to the other side on dry ground. There Elijah said to Elisha, "Tell me what you want me to do for you before I am taken away." "Let me receive the share of your power that will make me your successor," Elisha answered. "That is a difficult request to grant," Elijah replied, "but you will receive it if you see me as I am being taken away from you. If you don't see me, you won't receive it." They kept talking as they walked on. Then suddenly a chariot of fire pulled by horses of fire came between them, and Elijah was taken up to heaven by a whirlwind. Elisha saw it and cried out to Elijah, my father, mighty defender of Israel, you are gone." And he never saw Elijah again. In grief, Elisha tore his cloak in two. Then he picked up Elijah's cloak that had fallen from him and went back and stood on the bank of the Jordan. He struck the water with Elijah's cloak and said, "Where is the Lord, the God of Elijah?" Then he struck the water again and it divided, and he walked over to the other side.
The 50 prophets from Jericho saw him and said, "The power of Elijah is on Elisha." They went to meet him, bowed down before him. Here ends the first lesson. Thanks be to thee, O God. സക്കരിയാവിൻ്റെ പാട്ട് നമുക്കെല്ലാവർക്കും വാക്യപ്രതിവാക്യമായി ചേർന്ന് ചൊല്ലാം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പയക്കുന്നവരുടെ അവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുൻപിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന് നീയോ പൈതുലേ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം, നമ്മുടെ കാലുകളെ സമാധാനത്തിന്റെ മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 119, 33 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി നമുക്ക് ചൊല്ലാം. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ, ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരിതായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായ്മാറാക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ, നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു, നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയാൻ ഞാൻ പ്രാപ്തനാവും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കാൻ സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. അങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണം ഇടവിടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. നമുക്ക് ഒരുമിച്ചെല്ലാം. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകൾ ഉയർത്തുന്നു, നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. ലേഖന വേദഭാഗം വായിക്കുന്നത് നമുക്ക് ശ്രദ്ധയോടുകൂടി കേൾക്കാം. രണ്ടാം പാഠം. ഇന്ന് കാലത്തേക്ക് നിശേഷിച്ചിട്ടുള്ള രണ്ടാം പാഠം അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനുള്ള ലേഖനം 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള ദൈവവചനം. തീത്തോസ് 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള ദൈവവചനം. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാർ നിർബന്ധരും ഗൗരവവും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണം എന്നും
വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പൗത്രയോഗ്യരും ഏഷ്ണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരും ആയിരിക്കണമെന്നും ദൈവജനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരികളെ ഭർത്തൃപ്രിയരും സന്താനപ്രിയരും സുബോധവും ഭാതിവൃത്യമുള്ളവരും വീട്ടുകാരും നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിക്കപ്പെടേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കാം. അവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കാം. വിരോധി നമ്മെക്കൊണ്ടൊരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കാം. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവനായിരിക്കാം. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകലവിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർപ്പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായിരിക്കാൻ കൽപ്പിക്കുക. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നമ്പാകീയരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അവൻ നമ്മുടെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ഇവിടെ 2-ാം പാഠം വായിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ ദേശത്ത് വന്ന് അവനോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ട് ഇരുന്നു. യോഹന്നാൻ ശലേമിൽ അരികത്തെ ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ട് ഇരുന്നു. അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനം ഏറ്റു. അന്ന് യോഹന്നാനെ തടവിൽ ആക്കിയിരുന്നില്ല. യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ചിലർ ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ച് ഒരു വാദം ഉണ്ടായി. അവർ യോഹന്നാൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, യോർദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു. എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തു അല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവൻ അത്രേ എന്ന് ഞാൻ പറഞ്ഞതും നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളും ആകുന്നു. മണവാട്ടി ഉള്ളവൻ മണവാളൻ ആകുന്നു. മണവാളൻ്റെ സ്നേഹിതനോ എന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായി ഇരിക്കുന്നു. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ വിശുദ്ധ സുവിശേഷം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹമായ പ്രഭാത നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഭവനങ്ങളിലായിരുന്നു കൊണ്ട് നമ്മൾ ആരാധനയിൽ ഇന്നും പങ്കുചേരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നു. ഗായക സംഘം പ്രസംഗത്തിന് മുൻപുള്ള ഗാനം ആലപിക്കും. അതിനുശേഷം നമ്മുടെ മുൻ സഭാ ശുശ്രൂഷകനും ഇപ്പോൾ CSI സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ച് തൃപ്പൂണിത്തറ ഇടവകയുടെ പട്ടക്കാരനുമായിരിക്കുന്ന ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള റവറൻ ജെയിംസ് തോമസ് അച്ഛൻ ഇന്നത്തെ സന്ദേശം നമ്മളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന് ദൈവവചനം പ്രസംഗിക്കുവാൻ തന്ന ആ വിലയേറിയ അവസരത്തിനായി ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം ഇതിന് അവസരമൊരുക്കി തന്നതിന് ഇതിലേക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട ജിജി അച്ഛനോടുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് 28 ജൂൺ ഈ ദിവസത്തേക്ക് സഭയായി നമുക്ക് ചിന്തിക്കുവാൻ തന്നിരിക്കുന്ന വേദഭാഗം, വായിച്ചു കേട്ട വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കി തന്നിരിക്കുന്ന ചിന്താവിഷയം ശിഷ്യത്വം എന്ന സാക്ഷ്യം എന്നുള്ളതാകുന്നു. ഡിസൈപ്പിൾഷിപ്പ് ആസ് വിറ്റ്നസ്. അതിനായി നാം വായിച്ചു കേട്ട വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ചിന്തിക്കുന്നതിന് മുമ്പായി നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഗുരുവും നാഥനും വഴികാട്ടിയുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അവിടുത്തെ തിരുക്കുമാരൻ്റെ ശിഷ്യരായിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിലയേറിയ പദവിക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. അങ്ങയുടെ പുത്രൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് അങ്ങയുടെ സാക്ഷികളായി ഈ ലോകത്തിൽ ജീവിക്കുവാനും വചനത്തിൻ്റെ മർമ്മങ്ങളെ ആഴമായി ഗ്രഹിപ്പാനും തക്കവണ്ണം ഈ വചന കേൾവി മൂലം ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കുമാറാക്കണമെന്ന് ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശു മിശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമീൻ. ശിഷ്യത്വം എന്ന സാക്ഷ്യം. ആരാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ? ഒരു യഥാർത്ഥ ശിഷ്യൻ എന്ന് പറയുന്നത് തൻ്റെ ഗുരുവിനെ ചോദ്യം ചെയ്യാതെ അനുഗമിക്കുക എന്നുള്ളവനാണ് യഥാർത്ഥ ശിഷ്യൻ. ഓക്സ്ഫോർഡ് ഡിക്ഷണറി പ്രകാരം എ ഡിസൈപ്പിൾ ഈസ് എ പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ ദ ഐഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് സമ്മൺ ആൻഡ് ട്രൈസ് ടു ലീവ് ദ സെയിം വേ ദ പേഴ്സൺ ഡിഡ് എന്നുള്ളതാണ് ലോകപരമായിട്ടുള്ള അതിൻ്റെ നിർവചനം. എന്നാൽ വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി നാം ചിന്തിക്കുമ്പോൾ ഒരു ശിഷ്യൻ എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വഴികളെ പിന്തുടരുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു ശിഷ്യൻ. അതിന് 2 ആസ്പെക്ട്സ് നമുക്ക് കാണുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറയുന്ന വാചകത്തെ അടിസ്ഥാനമാക്കി, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നിൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിപ്പാനാണ് കർത്താവ് അവിടെ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ ഒരു നിരന്തരമായ പിന്തുടരലിൻ്റെ അനുഭവം, ഒരു ത്യജിക്കലിൻ്റെ അനുഭവം അവിടെയുണ്ട്. പിന്നീട് നാം കാണുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ ഗ്രേറ്റ് കമാൻഡ്മെൻ്റാണ്. അത് എന്താണെന്ന് നമുക്കറിയാം. സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുവാൻ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ആജ്ഞാപിക്കുന്നതായിട്ട് കൊടുക്കുന്നതായിട്ട് കൽപ്പനയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന നാം മറ്റുള്ളവരെ നമ്മുടെ ശിഷ്യരാക്കി മാറ്റുക. അപ്പോൾ ആ ശിഷ്യൻ അവൻ ഗുരുവായിത്തീരുന്നു. ആ ഗുരു തൻ്റെ ദൈവത്തിൻ്റെ കാൽപ്പടികളെ പിന്തുടർന്നുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നടക്കുന്നു. ഗുരു ശിഷ്യ ബന്ധം എന്നുള്ളത് അഭേദ്യമായി തീരുന്നു. ഇന്ന് കർത്താവ് നമ്മളോട് ഈ വചനത്തിൽ കൂടെ ആജ്ഞാപിക്കുന്നതും അതുതന്നെയാണ്. നിങ്ങളെല്ലാവരും എന്നെപ്പോലെ തന്നെ ആയിത്തീരുക. അതാണ് ശിഷ്യൻ എപ്പോൾ ഗുരുവാകുന്നുവോ അപ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ശിഷ്യത്വത്തിൻ്റെ ആ അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയും ആ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെന്ന് മറ്റുള്ളവർക്ക് സാക്ഷ്യമോതുന്ന ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരുകയും ചെയ്യുന്നത്. നമ്മൾ വായിച്ചു കേട്ട 3 വേദഭാഗങ്ങൾ 2 രാജാക്കന്മാർ 2-ാം അധ്യായം 1 മുതൽ 15 വരെയും, തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 15 വരെയും, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കി നാം ഇപ്പോൾ ചിന്തിക്കുകയാണ്. ഒന്നാമതായി നാം അവിടെ ചിന്തിക്കുന്നത് ഡിസൈപ്പിൾഷിപ്പ് ഇൻ ടേംസ് ഓഫ് അവർ സ്പിരിച്വൽ ലൈഫ്. ശിഷ്യത്വം നമ്മുടെ ആത്മീക ജീവിതവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. അതിനായി നാം ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന 1-ാം പാഠഭാഗത്തിൽ
2 രാജാക്കന്മാർ 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നല്ല രസകരമായ ആകാംക്ഷാഭരിതമായ ഒരു സംഭവം നമുക്കവിടെ ദർശിക്കാൻ സാധിക്കും. അവിടെ ഗുരുവായിരിക്കുന്ന ഏലിയാവും ശിഷ്യനായിരിക്കുന്ന എലീശായും ഗുരുവിൻ്റെ കാൽപ്പടികളെ പിന്തുടർന്നുകൊണ്ട്, ആ ചുവടുകളെ അനുഗമിച്ചുകൊണ്ട് ഗുരുവിനെ നിരന്തരം അനുഗമിക്കുന്ന ഒരു ശിഷ്യൻ. ഈ സംഭവം തുടങ്ങുന്ന സമയത്ത് അവിടെ വിവരിച്ചിരിക്കുന്ന സംഭവം ഇങ്ങനെയാകുന്നു. അവിടെ ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടേണ്ടതായിട്ടുള്ള ദിവസം, ആ ദിവസം പല പ്രവാചക ശിഷ്യന്മാരെയും നമ്മൾക്ക് അവിടെ കാണാമെങ്കിലും ഈ എലീശ എന്ന പ്രവാചക ശിഷ്യൻ തൻ്റെ ഗുരുവിനെ നിരന്തരം അനുഗമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഏലിയ പ്രവാചകൻ തൻ്റെ ശിഷ്യനോട് പറയുന്നു, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബഥേലിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് ശിഷ്യൻ പറയുന്നത്? യഹോവയാണ്, നിൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല, ഞാൻ നിന്നെ വിടുകയില്ല, ഒരു കാലത്തും വിടുകയില്ല, ഞാൻ നിന്നെ നിരന്തരം അനുഗമിച്ചു കൊണ്ടേയിരിക്കും. ഇതായിരിക്കണം ഒരു യഥാർത്ഥ ശിഷ്യൻ്റെ വാക്കുകൾ കർത്താവായ യേശുക്രിസ്തുവിനോട്, നമ്മളുടെ ഗുരുവിനോട്. കർത്താവേ, ഞാൻ നിന്നെ ഒരു കാലത്തും വിടുകയില്ല, ഞാൻ നിന്നെ ഒരു കാലത്തും തള്ളിപ്പറയുകയില്ല, ഞാൻ നിന്നെ അനുഗമിച്ചു കൊണ്ടേയിരിക്കും, നിൻ്റെ കാൽച്ചുവടുകളെ ഞാൻ പിന്തുടരും, നിൻ്റെ വചനപ്രകാരം ഞാൻ നടക്കും. ആ അടിയുറച്ച വിശ്വാസത്തിന് മുമ്പിൽ അവിടെ ഗുരു സമ്മതിക്കുകയാണ് തന്നെ അനുഗമിക്കുവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 3 പ്രാവശ്യം നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, ബഥേലിലേക്ക് പോകുന്നു. 2, അവിടെ കടന്നു പോകുന്നത് യെരിഹോവിലേക്കാണ്. യെരിഹോവിലേക്ക് കടന്നു പോകുമ്പോൾ ഇത് തന്നെ പറയുന്നുണ്ട്. അപ്പോഴും സെയിം ഡയലോഗ് ശിഷ്യൻ പറയുകയാണ്, ഞാൻ നിന്നെ പിന്തുടരും, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നീ എവിടെ പോകുന്നോ അവിടെ ഞാൻ നിന്നോടുകൂടെ കടന്നു വരും. 3-മതും ഇത് തന്നെ സംഭവിക്കുകയാണ്. യെരിഹോവിൽ ചെന്നതിന് ശേഷം പറയുകയാണ്, നീ ഇവിടെ താമസിക്കുക, ഞാൻ യോർദാനിലേക്ക് കടന്നു പോകുന്നുവെന്ന്. ആ നിരന്തരമായ ആ പിന്തുടരലിൻ്റെ അനുഭവം മൂലം അവിടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്സ് തൻ്റെ ശിഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കുകയാണ്. ആ 3 സ്ഥലത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു കൂട്ടം പ്രവാചക ശിഷ്യഗണങ്ങളെ അവിടെ കാണാൻ സാധിക്കും. അവർ പറയുകയാണ്, എലീശയോട് പറയുകയാണ്, നിൻ്റെ ഗുരു ഇന്ന് എന്തായാലും മരിച്ചു പോകുന്ന ദിവസം, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ദിവസമാണ്. നമ്മുടേതായിട്ടുള്ള പ്രവചനത്തിൻ്റെ കഴിവ് മൂലം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നീ എന്തിനാണ് വെറുതെ ഇങ്ങനെ നടക്കുന്നത്? എന്നാൽ ആ പിന്തുടരലിൻ്റെ, ആ അനുഗമിക്കലിൻ്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ആ വാഞ്ച. നമ്മളുടെ ജീവിതത്തിൽ ആത്മീക വർധനവിന് ഉതകുന്നതായിരിക്കണം നമ്മളുടെ ശിഷ്യത്വം എന്നുള്ളത്. കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഒരു വർധനവ് ഉണ്ടാകുന്നില്ല എങ്കിൽ ആ ശിഷ്യത്വം കൊണ്ട് യാതൊരു വിധമായിട്ടുള്ള അർത്ഥവും അവിടെ കാണുകയില്ല. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായിട്ടുള്ള വർധനവ് അവിടെ ഉണ്ടാകേണ്ടത് ആവശ്യമാകുന്നു. ഈ ശിഷ്യൻ എലീശ അവിടെ തൻ്റെ ഗുരുവിനോട് പറ്റിച്ചേർന്ന് നടന്നു. ഒരു സമർപ്പണത്തിൻ്റെ ജീവിതം അവിടെ കാഴ്ചവെച്ചു ഗുരുവിൻ്റെ മുമ്പിൽ. തന്നെ നിരന്തരം അനുഗമിച്ച തൻ്റെ ശിഷ്യനോട് ഗുരു ചോദിക്കുകയാണ്, ഞാൻ നിങ്കിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പായി ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്നുള്ളത്. അപ്പോൾ ശിഷ്യൻ പറയുകയാണ്, നിൻ്റെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എൻ്റെ മേൽ വരുമാറാകണം എന്ന്. നമ്മൾ വിചാരിക്കും ഇതൊരു അതിശയോക്തിയാണോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു അത്യാഗ്രഹമാണോ എന്നുള്ളത്, ശിഷ്യൻ ഇങ്ങനെ ചോദിക്കാമോ എന്നുള്ളത്.
എന്നാൽ ഈ ശിഷ്യൻ തൻ്റെ ഗുരുവിനെ കണ്ടത് പിതൃതുല്യനായിട്ടായിരുന്നു. അവിടെ അഭിസംബോധന ചെയ്തത് എൻ്റെ പിതാവേ എന്നുള്ളത് വിളിച്ചിട്ടാണ് ഈ ശിഷ്യൻ അവിടെ അഭിസംബോധന ചെയ്യുന്നത്. ഈ ഗുരു എടുക്കപ്പെടുന്നതിന് മുമ്പ് ഈ ഗുരുവിലുള്ള ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് ശിഷ്യന്മേൽ ലഭ്യമാക്കപ്പെടേണ്ടതിനായിട്ട് ഈ ഗുരുവിനെ അനുഗമിക്കുന്ന ശിഷ്യൻ, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പായി നമ്മളിലുള്ള വരങ്ങൾ എന്തൊക്കെയാണ്, നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ അത് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കാറുണ്ടോ? നമ്മളുടെ കുടുംബത്തിലുള്ളവർക്ക്, സഭയിലുള്ളവർക്ക് നമ്മുടെ ആത്മാവിനെ നമ്മൾ അവരെ അതിനുവേണ്ടി ശുശ്രൂഷാ ജീവിതത്തിൽ നിൽക്കുവാൻ വേണ്ടിയിട്ട്, അതിനായി അവരുടെ മേൽ ആത്മാവിനെ നിറയപ്പെടുവാൻ വേണ്ടിയിട്ട് നാം തയ്യാറെടുക്കുന്നുണ്ടോ? അതോ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ നമ്മളിലുള്ള ആത്മാവിൻ്റെ അളവ് അത് ദിനം പ്രതി വർദ്ധിച്ചു വരുന്നുണ്ടോ എന്ന് നാം ശോധന ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. ഇവിടെ ഇരട്ടി പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തന പുസ്തകം 21-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ദൈവം കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്, മക്കൾക്ക് അവകാശം കൊടുക്കുന്നത് എങ്ങനെയാണ്. അവിടെ ജ്യേഷ്ഠ അവകാശം എന്താണ്? ആദ്യ പുത്രന് ഇരട്ടി പങ്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ഒരു അപ്പന് 2 മക്കളുണ്ടെങ്കിൽ തൻ്റെ സ്വത്ത് 3ആയിട്ട് ഭാഗിക്കണം. എന്നിട്ട് ഓരോ മക്കൾക്കും 2 പങ്ക്, ഓരോരോ പങ്ക് 2 പങ്ക് കൊടുത്തതിന് ശേഷം മൂത്ത പുത്രന് 1 പങ്ക് കൂടെ കൊടുക്കണം, ഇരട്ടിപ്പങ്ക്. അങ്ങനെയാകുന്നു ഇന്ന് നമ്മൾ നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മൾ ചേർന്ന് നടക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ജ്യേഷ്ഠാവകാശം നാം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം നാം യോഗ്യതയുള്ളവരാണ്. അതിനായി നാം ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടണം, ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടണം. ആ മക്കളിൽ നമുക്ക് പ്രഥമ സ്ഥാനമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് നമ്മളിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ഏലിയാവിൽ നിന്ന് അവിടെ ഏലീശ ചോദിച്ചു വാങ്ങിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? അവിടെ ഏലിയാവിൻ്റെ ആത്മാവ് കൃപ എന്തായിരുന്നു? അവിടെ പലതരത്തിലുള്ള കൃപകൾ, ആത്മീക വരങ്ങൾ ഏലിയാവിലുണ്ടായിരുന്നു. ഏലിയാവിലുണ്ടായിരുന്ന വരങ്ങളും കൃപകളും അവിടെ അന്നത്തെ ദുഷ്ടനായ രാജാവിനോടും ആഹാബ് രാജാവിനോടും രാജ്ഞി ഇസബേലിനോടും എതിർത്ത് നിൽക്കുവാനും അവരെ വെല്ലുവിളിക്കുവാനുമുള്ള കഴിവ്, ദേശത്ത് മഴയും മഞ്ഞും തടഞ്ഞു നിർത്തുവാനുള്ള കഴിവ്, ബാലിൻ്റെ 450 പ്രവാചകന്മാരെ കൊന്നെടുക്കുവാനുള്ള കഴിവ്, ഒരു അപ്പവും ഒരു തുരുത്തി വെള്ളവും കൊണ്ട് 40 രാവും 40 പകലും അവിടെ സഞ്ചരിക്കുവാനുള്ള ആ ഒരു കഴിവ്, അതോടൊപ്പം തന്നെ സറാഫത്തിലെ വിധവയുടെ വീട്ടിലെ പട്ടിണി മാറ്റുവാൻ തക്കവണ്ണം, ദാരിദ്ര്യം മാറ്റുവാൻ തക്കവണ്ണമുള്ള ആത്മീക കൃപ, അവരുടെ മരിച്ച കുഞ്ഞിനെ ഉയർപ്പിക്കുവാനുള്ള ആത്മീക കൃപ, അതേപോലെ തന്നെ ദൈവത്തോട് കൂടെ സംസാരിപ്പാൻ, ദൈവത്തിൽ നിന്ന് നേരിട്ട് ആലോചന സ്വീകരിപ്പാനുള്ള ആ കൃപ, ഇതായിരുന്നു അവിടെ ഏലിയാവിലുണ്ടായിരുന്നത്. ഇങ്ങനെ പല അനുഭവങ്ങളും കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇരട്ടിപ്പങ്ക് ആത്മാവിനെ നേടുവാൻ തക്കവണ്ണം അവിടെ ഉണ്ടായിരുന്ന ഉത്സാഹം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയായിരിക്കണം. ദൈവമേ, എനിക്ക് ദിനം പ്രതി കഴിയും തോറും പ്രാർത്ഥനാവരം, രോഗസൗഖ്യവരം, ആത്മീക കൃപാവരം നീ എൻ്റെ ജീവിതത്തിൽ തരുമാറാകണമേ. ഇന്നുള്ളതിനേക്കാളിൽ നാളെ എന്നെ ആത്മീയ കൃപ കൊണ്ട്, അധികമായ കൃപ കൊണ്ട് നിറയ്ക്കുമാറാകണമേ എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അതിനായി നാം ദൈവത്തോടു കൂടെ നിരന്തരം നടന്നെങ്കിൽ മാത്രമേ സാധ്യമാക്കുകയുള്ളൂ. ഏത് നിമിഷവും അവനെ അനുഗമിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനായി നമ്മളുടെ ആത്മീക ജീവിതം എങ്ങനെയുണ്ടെന്നുള്ളത് നാം ഇന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. രണ്ടാമതായി നാം ചിന്തിക്കുമ്പോൾ ഡിസൈപ്പിൾഷിപ്പ് ഇൻ ടേംസ് ഓഫ് അവർ മോറൽ ലൈഫ്. ലേഖനഭാഗമായി വായിച്ചു കേട്ട തീത്തോസ് എൻ്റെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പോൾ രണ്ടാമത്തെ പോയിൻ്റായിട്ട് നാം ചിന്തിക്കുന്നത് നമ്മുടെ ശിഷ്യത്വം ധാർമ്മികവും സദാചരവുമായ നമ്മുടെ ജീവിതത്തിലെ എങ്ങനെ നമുക്ക് സാക്ഷീകരിക്കുവാൻ സാധിക്കും. തീത്തോസ് അവിടെ തൻ്റെ ലേഖനത്തിൽ കൂടെ
സമൂഹത്തിലും സഭയിലും കുടുംബത്തിലും കർത്താവിൻ്റെ ഒരു യഥാർത്ഥ പൈതൽ എങ്ങനെയായിരിക്കണമെന്നുള്ളത് അവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ അവിടെ 1 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, സഭയിൽ ശരിയായിട്ടുള്ള പഥ്യോപദേശം പറഞ്ഞു കൊടുക്കുവാൻ സഭയിലെ നേതൃത്വത്തോട് ആവശ്യപ്പെടുകയാണ്. അതോടെ തന്നെ സമൂഹത്തിലേക്കും ഭവനത്തിലേക്കും വരുമ്പോൾ വൃദ്ധരായവർ എങ്ങനെയായിരിക്കണം, യൗവനക്കാർ ആണുങ്ങൾ എങ്ങനെയായിരിക്കണം, യൗവനക്കാർത്തികൾ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ അടിവരയിട്ട് പറയുകയാണ്. പവിത്രയോഗ്യവും ഏഷണി പറയാത്തവരും വീഞ്ഞിനടിമപ്പെടാത്തവരുമായിരിക്കണം വൃദ്ധന്മാരെന്ന് അവിടെ ഓർപ്പിക്കുകയാണ്. ഇന്ന് 50 കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വൃദ്ധരാണ്. ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ റിട്ടയർഡ് ലൈഫിലേക്ക് പോവുകയാണ്. റിട്ടയർ ആയി കഴിഞ്ഞാൽ ഒരു 20-25 വർഷം ദൈവം നമുക്ക് ദാനമായി നൽകി തന്നിരുന്നുവെങ്കിൽ ആ ജീവിതം അത്രയും വർഷക്കാലം നാം എങ്ങനെ ചെലവഴിക്കുന്നു? വെറുതെ രാവിലെ മുതൽ ഫോൺ എടുത്തുകൊണ്ട് തീത്തോസ് ഇവിടെ പറഞ്ഞതുപോലെ ഏഷണി പറയുന്നവരാണോ, വീഞ്ഞിന് അടിമപ്പെട്ടവരാണോ, അതോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പെഗ്ഗും കൊണ്ടിരുന്നേച്ച് ഫോണിൽ കൂടെ ഏഷണി പറയുന്നവരാണോ, അതോ സോഷ്യൽ മീഡിയയിൽ പരതുന്നവരാണോ? എന്താണ് ആയിരിക്കണമെന്ന് തീത്തോസ് അവിടെ നമ്മളോട് സമൂഹത്തിൽ എങ്ങനെയായിരിക്കണമെന്നും ഒരു യഥാർത്ഥ ശിഷ്യൻ എങ്ങനെയായിരിക്കണമെന്നും ഓർപ്പിക്കുകയാണ്. അവിടെ ഏറ്റവും യോഗ്യമായ ഒരു ജീവിതം, ദൈവവചനം ദുഷിക്കപ്പെടാത്ത ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് ഈ റിട്ടയർഡ് ലൈഫിലായിരിക്കുന്നവർ അവരോരോരുത്തരും ഓരോ ശിഷ്യരായി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരെത്രയോ ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം, മറ്റുള്ളവരെ ആത്മീക ജീവിതത്തിൻ്റെ പാതയിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ദൈവം ആയുസ്സും ആരോഗ്യവും തന്നിരിക്കുന്നുവെങ്കിൽ അത് പ്രയോജനപ്പെടുത്തേണ്ടത് ആവശ്യമായിരിക്കുന്നു. അവിടെ പിന്നീട് യൗവനക്കാരോടും യൗവനക്കാരത്തികളോടും അവരെങ്ങനെ തൻ്റെ കുടുംബ ജീവിതത്തിൽ, തൻ്റെ സമൂഹ ജീവിതത്തിൽ എങ്ങനെ ഉത്തമ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ അവർ ഉതകുന്നവരായിരിക്കണമെന്ന് അവരോട് ചില കാര്യങ്ങൾ അടിവരയിട്ട് ആജ്ഞാപിക്കുകയാണ്. പറയുന്നതുകൊണ്ട് വിരോധി നമ്മളെക്കുറിച്ച് ഒരു തിന്മയും പറവാൻ വകയില്ലാതിരിക്കത്തക്കവണ്ണം നമ്മളുടെ ജീവിതമായിരിക്കണം. നമ്മുടെ ജീവിതം ലജ്ജിക്കപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ളതായിരിക്കണം. നമ്മുടെ ജീവിതം സൽപ്രവർത്തിക്ക് മാതൃകയുള്ളതായി തീരണം. ഉപദേശത്തിൻ്റെ നിർമ്മലതയും അതിൻ്റെ ഗൗരവവും നമ്മളുടെ പഥ്യവചനങ്ങളും കൊണ്ട് നമ്മളുടെ ജീവിതം വിശുദ്ധിയും വെടിപ്പുമുള്ളതായിരിക്കണം. ദാസന്മാരോട് എങ്ങനെയായിരിക്കണം? ഇന്ന് നമ്മൾ പലയിടത്തും ജോലി ചെയ്യുന്നവരാണ്, പല മേഖലകളിലും, ഏത് മേഖലകളിൽ തന്നെ ആയിരിക്കുന്നാലും അവിടെ നമ്മൾ കർത്താവിൻ്റെ ദാസന്മാരെ പോലെ അവിടെ ആയിരിക്കുന്നുവെങ്കിൽ നമ്മൾക്കവിടെ ഒരു യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ സാക്ഷീകരിക്കുന്ന ജീവിതം നമുക്കവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്കിവിടെ തീത്തോസ് തൻ്റെ ലേഖനത്തിൽ കൂടെ ഉപദേശിച്ചു തരുന്നത് ധാർമ്മികവും മൗലികപരവുമായിട്ടുള്ള ആ ജീവിതം, വിശുദ്ധിയും വെടിപ്പും ഉള്ളൊരു ജീവിതം കാഴ്ചവെക്കുവാൻ അവിടെ നമ്മളെ ഉപദേശിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തിൻ്റെ സാക്ഷികളാണ്. നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നമ്മളെ നോക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുള്ളവർ നോക്കിയിരിക്കുകയാണ്. ഇന്ന് ക്രിസ്തീയ ജീവിതം, ക്രിസ്ത്യാനികളെന്ന് പറയുന്നവരായ നാം, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെന്ന് പറയുന്നവരായ നാം, ക്രിസ്തു ശിഷ്യരെന്ന് പറയുന്നവരായ നാം, നമ്മളുടെ ജീവിതം എങ്ങനെയുള്ളത്, നമ്മളുടെ വാക്കെങ്ങനെയുള്ളത്, അത് ലോകം നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനായി ധാർമ്മികവും സദാചാരവുമായ ഒരുത്തമ ജീവിതം, നമ്മളുടെ സദാചാരം ഇന്ന് കെട്ടുപോയിരിക്കുന്നൊരവസ്ഥയിൽ, ലോകത്തിൽ ധർമ്മമില്ലാതിരിക്കുന്ന, അധർമ്മം കൊടികൊണ്ട് വാഴുന്ന അവസ്ഥയിൽ ഏറ്റവും ധർമ്മപരവും സദാചാരപരവുമായൊരു ജീവിതം നയിക്കുവാൻ ഈ വചനത്തിൽ കൂടെ തീത്തോസ് നമ്മളെ ഉദ്ഘോഷിക്കുകയാണ്. മൂന്നാമതായി നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പോൾ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പോൾ അവിടെ മൂന്നാമതായി ചിന്തിക്കുന്ന
ആ പോയിൻ്റ്, ഡിസൈപ്പിൾഷിപ്പ് ഇൻ ടേംസ് ഓഫ് അവർ മിനിസ്ട്രി. നമ്മുടെ ശിഷ്യത്വം ശുശ്രൂഷാ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ശിഷ്യത്വം ശുശ്രൂഷാ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഇവിടെ 2 കൂട്ടം ശുശ്രൂഷയെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ വായിച്ചു കേട്ട വേദവായന ഭാഗത്ത്. ഒന്ന്, യേശുവും തൻ്റെ ശിഷ്യന്മാരും ഒരു സൈഡിൽ യോർദാൻ്റെ ഒരു സൈഡ്, ഒരു കരയിൽ യോഹന്നാനും സ്നാപക യോഹന്നാനും തൻ്റെ ശിഷ്യന്മാരും മറ്റേ കരയിൽ. എന്നാൽ യോഹന്നാൻ അവിടെ സ്നാനം കഴിപ്പിക്കുന്ന സ്ഥലത്ത് ഒത്തിരി വെള്ളമുണ്ടായിരുന്നു. യേശുക്രിസ്തു സ്നാനം കഴിപ്പിക്കുന്നിടത്ത് വെള്ളത്തിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാര്യം എന്താൽ മറ്റേയിടത്ത് അധികം വെള്ളമുണ്ടായിരുന്നത് കൊണ്ട് അവിടെ പോയി സ്നാനം കഴിപ്പിച്ചു യോഹന്നാൻ. അവിടെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു, അവർക്കൊരു അറിവ് കിട്ടി. അങ്ങേ കരയിൽ യേശു അവിടെ ശിഷ്യന്മാരുമായിട്ട് അവിടെ സ്നാനം കഴിപ്പിക്കുന്നു എന്നുള്ള ഒരു വസ്തുത. അപ്പോൾ ഇവിടെ വന്ന് തൻ്റെ ഗുരുവിനോട് പറയുകയാണ്, യേശു ഉണ്ടല്ലോ, നീ സ്നാനം കഴിപ്പിച്ചവൻ, അവൻ ആദ്യമേ ഇതിനിറങ്ങിയത് നീയാണ്, സ്നാനം എന്തുവാണെന്നുള്ളത് കാണിച്ചു കൊടുത്ത് ഇതെല്ലാം ആക്കിയിട്ടാണ്. ഇപ്പോൾ അവൻ അവിടെ നിനക്കൊരു കോമ്പറ്റീറ്ററായിട്ട്, നിനക്ക് അവിടെ ഒരു എതിരാളിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് സമൂഹത്തിൽ ഇത് തന്നെയാണ് കാണുന്നത്. ഇന്ന് വെള്ളമുള്ളിടത്ത് അന്വേഷിച്ചാണ് ജനങ്ങൾ പോകുന്നത്. യേശു എവിടെയുണ്ടോ അവിടെ പോകുന്നില്ല. വെള്ളം എവിടെയുണ്ടോ, നല്ല സൗകര്യങ്ങൾ എവിടെയുണ്ടോ അവിടെ പോകുന്നു. ഇന്ന് മിനിസ്ട്രിയെ കാണുന്നതും ഇങ്ങനെയാണ്. എത്ര പേർ പുറകോട്ട് മറിഞ്ഞു വീണു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് ഒരു മിനിസ്ട്രിയുടെ വിജയം, അല്ലെ ഒരു കൂട്ടായ്മയുടെ വിജയം ഇന്ന് കണക്കാക്കപ്പെടുന്നത്. അവിടെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക്, യോഹന്നാൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഒരു യഹൂദൻ വന്നു പറഞ്ഞു. അവിടെ ഒരു ആർഗ്യുമെൻ്റ്, ശുദ്ധീകരണത്തെ സംബന്ധിച്ച് ഒരു ആർഗ്യുമെൻ്റ് നടക്കുകയാണ്. അവിടെ ചോദിക്കുകയാണ്, ഒരു സംശയം ചോദിക്കാൻ വന്നു ശുദ്ധീകരണത്തെക്കുറിച്ച്. അവിടെ ചോദിക്കാൻ വന്നപ്പോൾ ഈ യോഹന്നാൻ്റെ ശിഷ്യന് മറുപടി പറയാൻ അറിയത്തില്ല. മറുപടി പറയാൻ അറിയാത്തപ്പോൾ എന്താണ് ചെയ്തത്? ആ ടോപ്പിക്ക് അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്യുകയാണ്, മാറ്റുകയാണ്. ആ മാറ്റിയിട്ട് ഇതിന് മറുപടി പറയാൻ അറിയത്തില്ല, വചനം ഉള്ളിലില്ല, എന്താണ് സത്യമെന്നറിയില്ല. ഉടനെ അവിടെ പറയുകയാണ്, മറ്റേടത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, അതുകൊണ്ട് അശ്രദ്ധ മാറ്റുന്നതായിട്ടുള്ളൊരു അനുഭവം. ഇന്നതാണ് പല ഇടത്തും യേശുവിൻ്റെ കാര്യങ്ങൾ ഘോഷിക്കപ്പെടാതെ പലതിലേക്കും ശ്രദ്ധ മാറ്റിക്കപ്പെടുകയാണ്. അതുകൊണ്ട് യേശുവിന് അവിടെ പ്രാധാന്യം കിട്ടുകയില്ല. അവിടെ യോഹന്നാൻ കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? അവിടെ യോഹന്നാൻ കൊടുത്ത മറുപടി, അത് എൻ്റെ മണവാളനാണ്, ഞാൻ മണവാളൻ്റെ ഒരു കൂട്ടുകാരനാണ്. അവിടെ മത്സരമനോഭാവമില്ല, അസൂയയില്ല, പിണക്കമില്ല. യോഹന്നാൻ പറയുന്നില്ല ഞാൻ എൻ്റെ ഡോക്ടറിനാണ് ശരി എന്ന് പറയുന്നില്ല. ഇന്ന് പല സഭകളും തമ്മിൽ ഭിന്നിപ്പിൻ്റെയും അകൽച്ചയുടെയും കാര്യം വരുന്നത് ഈ ഡോക്ടറിൻ്റെ കാര്യത്തിലാണ്, ഈ വ്യാഖ്യാനത്തിൻ്റെ കാര്യത്തിലാണ്. മറ്റു ശുശ്രൂഷക്കാരെ തന്നിലും ചെറിയവനായി കാണുവാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ ഭിന്നിപ്പും വ്യത്യാസവും കടന്നു വരുന്നത്. അവിടെ പറയുന്നു, നീ സ്നാനം കഴിപ്പിച്ചവൻ. അതാരെക്കുറിച്ചാണ് ശിഷ്യന്മാർ പറയുന്നത്? യോഹന്നാന്റെ ശിഷ്യന്മാർ പറയുന്നത് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. നീ സ്നാനം കഴിപ്പിച്ചവൻ അവിടെ വന്ന് യോർദാന് അക്കരെ മറ്റുള്ള സ്നാനം കഴിപ്പിക്കുന്നു. നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ, നിന്നോടുകൂടെ യോർദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു. എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു. അവിടെ യഥാർത്ഥമായി വചനത്തെ വ്യാഖ്യാനിക്കുവാനുള്ള, വചനത്തെ വിവേചിച്ചു കൊടുക്കുവാനുള്ള ആ കഴിവ് ശിഷ്യന്മാരില്ലായിരുന്നപ്പോൾ ആ ടോപ്പിക്കിനെ ഷിഫ്റ്റ് ചെയ്ത് വേറൊരു ഫോക്കസിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മുടെ ഫോക്കസ് എന്തുവായിരിക്കണം? യേശുക്രിസ്തു മാത്രമായിരിക്കണം നമ്മളുടെ ഫോക്കസ്.
ആ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കപ്പെടുവാൻ നാം ശ്രമിക്കണം. അവിടെ 28 വാക്യത്തിൽ പറയുന്നു, ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവൻ അത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ എനിക്ക് സാക്ഷി. ഇന്ന് ഇവിടെ സഭാജീവിതത്തിൽ ഇവിടെ പലതും വെള്ളമുള്ളിടത്ത് അന്വേഷിച്ച് പോകുന്നുണ്ട്, അഭിവൃദ്ധിയുള്ളിടത്ത് അന്വേഷിച്ച് പോകുന്നുണ്ട്, എളുപ്പമുള്ളിടം അന്വേഷിച്ച് പോകുന്നുണ്ട്. എന്നാൽ യേശു എവിടെയുണ്ടോ അവിടെയായിരിക്കണം നാം കടന്നു ചെല്ലേണ്ടത്. യേശുവിനെ കൂടാതെ ഒരു ശുശ്രൂഷയും സാധ്യമല്ല. യേശു ആയിരിക്കണം നമ്മളുടെ ഫോക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ തൻ്റെ ശിഷ്യന്മാർ വന്ന് പറഞ്ഞത് കേട്ടിട്ട് യോഹന്നാൻ സ്നാപകൻ വളരെ വിനീതനാവുകയാണ് ചെയ്യുന്നത്. അവനാണ് യഥാർത്ഥ ക്രിസ്തു, അവനാണ് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തു എന്ന് പറയുന്നത്. ആ ക്രിസ്തുവിനെ പിൻപറ്റുവാൻ തക്കവണ്ണം, ആ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഉള്ളതായിരിക്കണം നമ്മളുടെ ശുശ്രൂഷാ ജീവിതവും. നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിലെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് എന്നുള്ളത് യേശു ക്രിസ്തു മാത്രമായിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ശുശ്രൂഷാ ജീവിതം വിജയകരമായി തീരുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ ശിഷ്യത്വം സാക്ഷീകരിക്കപ്പെടുവാൻ, മറ്റുള്ളവർക്കൊരു സാക്ഷ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നീങ്ങുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിൽ എവിടെയായിരുന്നാലും നമ്മൾ യഥാർത്ഥ കർത്താവിൻ്റെ സാക്ഷികളായിരിക്കണമെങ്കിൽ നമ്മുടെ ശിഷ്യത്വം അത് ഏറ്റവും ഡെഡിക്കേറ്റഡായി ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, ക്രിസ്തുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, മറ്റുള്ളതിനെ മാറ്റി ക്രിസ്തുവിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കണം. നമ്മൾ ഇന്ന് ജീവിക്കുന്നതായിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഓരോ സമൂഹത്തെയും വേറെ വേറെ നോക്കിക്കാണുന്നതായിട്ടുള്ള അനുഭവമാണ്. ഓരോ മതത്തെയും വേറെ വേറെ നോക്കിക്കാണുന്നതായിട്ടുള്ള അനുഭവമാണ്. നമ്മളുടെ ക്രിസ്തീയ മതത്തെ നോക്കുമ്പോൾ മറ്റുള്ളവരെന്താണ് പറയുന്നത്? ക്രിസ്തീയ ജീവിതത്തെ നോക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവരെങ്ങനെയാണ് പറയുന്നത്? ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിൻ്റെ അനുയായികൾ, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ എന്ന് വിളിക്കപ്പെടുന്ന നമ്മളുടെ ജീവിതം എങ്ങനെയാകുന്നു എന്നുള്ളത് നാം ഇപ്പോൾ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നാം ഇപ്പോൾ ചിന്തിച്ച 3 വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കി നാം ചിന്തിച്ച ശിഷ്യത്വം എന്ന സാക്ഷ്യം, അത് ഒന്നാമതായി discipleship in terms of our spiritual life, discipleship in terms of our moral life, discipleship in terms of our ministerial life. ആ 3 മേഖലകളിൽ നാം എങ്ങനെയുള്ളതായിരിക്കണം? ആത്മീക ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ശിഷ്യത്വത്തിൽ നാം ആത്മീക ഉണർവ് പ്രാപിപ്പാൻ, ആത്മീക ഉന്നതി നേടുവാൻ, ദിനംപ്രതി ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് പ്രാപിപ്പാൻ നമ്മളുടെ ക്രിസ്തീയ ശിഷ്യത്വം നാം ഉപയോഗിക്കുന്നുവോ? സദാചാരപരമായിട്ട് ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് സാക്ഷികളായി തീരുവാൻ സഭയിലും കുടുംബത്തിലും സമൂഹത്തിലും ഉത്തമ ജീവിതം കാഴ്ചവെക്കുന്ന ആ ശിഷ്യത്വത്തിലേക്ക് നീങ്ങുവാൻ തയ്യാറാണോ? മൂന്നാമതായി നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, ഏതൊക്കെ അപവാദങ്ങൾ വന്നാലും ഏതൊക്കെതായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നാലും തൻ്റെ യോഹന്നാൻ സ്നാപകനോട് തൻ്റെ ശിഷ്യരോട് പറഞ്ഞത് യോഹന്നാൻ സ്നാപകൻ അത് ഗവനിക്കാതെ യേശു മാത്രം വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നാം തയ്യാറാണോ? എങ്കിൽ നമ്മുടെ ശിഷ്യത്വം ലോകത്തിന് മുമ്പിൽ സാക്ഷീകരിക്കപ്പെടും. അതിനായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ദൈവവചന സന്ദേശം നമ്മളോട് പങ്കിട്ട ജെയിംസ് തോമസ് അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും ഇടവകയുടെ പേരിൽ അറിയിക്കുന്നു. ഏറ്റവും അനുഗ്രഹമായ ഒരു ദൂത് അച്ഛനിലൂടെ ഇന്നേ ദിവസം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. അച്ഛനോടുള്ള സ്നേഹത്തെ അറിയിക്കുന്നതോടൊപ്പം അച്ഛൻ്റെ തുടർന്നുള്ള ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ ഏറ്റുചൊല്ലാം.
സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനെ കന്യാമറിയത്തിൽ ഉൽപ്പാദിപ്പെട്ടു, ജനിച്ചു, പിലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചിരുന്ന പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് ഇറങ്ങി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൽ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും വിശുദ്ധമായ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലും പ്രധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടിയവർ ആശ മറിയം ചെറിയാൻ, ലൈല ജോസഫ്, സൈമൺ ഫിലിപ്പ്, അനു മാമൻ, ജോർജ് ബി മൈക്കിൾ, ജേക്കബ് കുര്യൻ, ആൻ മാത്യൂസ്, സന്ദീപ് എസ്, ജിസ്വി ബിജി, സുജിത് പോൾ ജോൺ, ആൽബിൻ ജോൺസൺ, ജി ജോർജ്, ഷാൻലി വിനോദ്, ഗ്രേസ് അലക്സാണ്ടർ, സോന മറിയം ജേക്കബ്, മോളി റെജി ജോർജ്, മാത്യു സി ഏബ്രഹാം, എബി മാത്യു അലക്സാണ്ടർ, പി ജെ ഏലിയാമ, കെ വർഗീസ് മത്തായി, ഏലിയാമ വി ജോൺ, ക്രിസി എലിസബത്ത് സാമുവൽ, സേറ ചെറിയാൻ ജോസഫ്, ബിൽ ന്യൂമാൻ, സുനൈന എം ദാനിയേൽ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ ഏബ്രഹാം എം അലക്സാണ്ടർ, മനോജ് മാത്യു, റിജോ ജോൺ, സഞ്ജയ് കോശി ജോർജ്. വിവാഹ വാർഷികം മിസ്റ്റർ ബിനു ഫിലിപ്പ് ആൻഡ് മിസ്സിസ് റാണി മാത്യൂസ്, മിസ്റ്റർ തോമസ് കെ ടി ജൂനിയർ ആൻഡ് മിസ്സിസ് എമിലി തോമസ്, മിസ്റ്റർ എ സാജ് മാത്യൂസ് ആൻഡ് മിസ്സിസ് എലിസബത്ത് ഏദ, മിസ്റ്റർ അനീഷ് എം വർഗീസ് ആൻഡ് മിസ്സിസ് നാൻസി മാത്യു, മിസ്റ്റർ പിൻഡു ജോസഫ് ജോർജ് ആൻഡ് മിസ്സിസ് കുക്കു അന്ന ജോൺ. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? ദൈവമേ, നിനക്ക് നേർച്ചകൾക്ക് ഞാൻ കടംപെട്ടിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ദേവാലയത്തിൽ എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ജന്മദിനവും വിവാഹ വാർഷികവും
ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പുതിയ വർഷം കർത്താവ് അനുഗ്രഹമുള്ളതായി തീരുവാനിടയാക്കണമേ. ആയുസ്സും ആരോഗ്യവും ദൈവകൃപയുമായി അങ്ങ് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികത്തിലും നിത്യമായ വിശ്വസ്തതയും അറ്റുപോകാത്ത സ്നേഹവും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം, മനസ്സുകളെ ദൈവസന്നിധിയിലേക്ക് ആഗ്രഹമാക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷകൾക്കാതെ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. സമാധാനത്തിനു വേണ്ടിയുള്ള അപേക്ഷ. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്കിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കുവാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ ആയുഷ്കാലം കഴിക്കുവാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ യോഗ്യത മൂലം നിന്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. കൃപയ്ക്കായുള്ള അപേക്ഷ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളും നടത്തി ശുദ്ധീകരിച്ച് ഭരിക്കുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവ സന്നിധിയിൽ നമ്മെ തന്നെ പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ ലോകം കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങൾ, അനേകം ആളുകൾ പകർച്ചവ്യാധിയുടേതായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ ദിനരാത്രങ്ങളിൽ അവരോരോരുത്തരെയും ദൈവസന്നിധി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഭാരങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ നൊമ്പരങ്ങൾ എല്ലാം ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗഭാരത്താൽ കഴിയുന്ന ഓരോരുത്തരെയും നമുക്ക് ദൈവസന്നിധിയിൽ പരമേൽപ്പിക്കാം. അവരൊറ്റവരെയും ഉടവരെയും നമുക്ക് ഓർക്കാം. അവരനുഭവിക്കുന്നതായ മാനസികമായ സമ്മർദ്ദങ്ങളെ നമുക്ക് ഓർക്കാം. അവരെ പരിശോധിക്കുന്ന ഡോക്ടർമാർക്കായി, അവരെ പരിചരിക്കുന്ന നഴ്സുമാർക്കായി, അവർക്ക് വൈദ്യസഹായം എത്തിക്കുന്ന എല്ലാവർക്കായും, അവർക്ക് അത്യാവശ്യമായ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്ന എല്ലാവർക്കായും, അതിൻ്റെയൊക്കെയും മുഴുവൻ ക്രമീകരണങ്ങളും നടത്തുന്ന സംസ്ഥാനത്തിൻ്റെ സർക്കാരുകൾക്കായും രാജ്യത്തിൻ്റെ ഭരണകൂടങ്ങൾക്കായും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അനേക രാജ്യങ്ങളിൽ നിന്ന് പകർച്ചവ്യാധിയുടെ അനുഭവങ്ങൾ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ദേശങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ ശാന്തത ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ കടമ്പെട്ടിരിക്കുന്നു, എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം. ആവശ്യഭാരങ്ങളിൽ കഴിയുന്നവരെ ദൈവസന്നിധി സമർപ്പിക്കാം. പ്രത്യേകിച്ചും ക്രൈസ്റ്റ് ചർച്ച് കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങളെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. കുഞ്ഞു പൈതങ്ങൾ മുതൽ വാർദ്ധക്യം വരെയുള്ള എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കാം. പുതിയൊരു അധ്യയന വർഷം
ആരംഭിക്കേണ്ട ഈ സമയത്ത് സ്കൂളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോകുവാൻ കഴിയുന്നില്ലെങ്കിലും അവർ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പഠനം നടത്തുമ്പോൾ അവരുടെ എല്ലാ ക്രമീകരണങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്കായി, അധ്യാപകർക്കായി, മറ്റെല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യൗവന പ്രായത്തിലൂടെ കടന്നു പോകുന്നവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ മാതാപിതാക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലുള്ളവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് തള്ളിക്കളയാത്ത, ഉപേക്ഷിക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹത്താലും മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും വാത്സല്യത്താലും അവരെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ നമുക്ക് ഓർക്കാം. അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, എല്ലാ ജോലിക്കാരെയും, അതിനുവേണ്ടി ഇതുവരെയും സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, ഇനി കരുതുവാനുള്ള കുടുംബങ്ങളെയും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പാസ്റ്റേറ്റ് കമ്മിറ്റിക്കായിട്ടും മഹാടവ കൗൺസിൽ അംഗങ്ങൾക്കായിട്ടും ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തും ദേവാലയത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് അവർ ചെയ്യുന്ന അധ്വാനങ്ങളെ ഓർക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെയും നമുക്ക് ഓർക്കാം. അവർ ഈ ഒരു ക്രമീകരണത്തിനായി യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു നടത്തിപ്പ് അവരുടെ ജീവിതത്തിന്മേൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ അധ്വാനത്തെ ദൈവം മാനിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേവാലയവുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിച്ചതിന് ശേഷം പൊതുവിലുള്ള സ്തോത്രം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സർവ്വനവരുടെയും പിതാവേ, അയോഗ്യരായ അടിയരോടും സർവമനുഷ്യരോടും നിനക്കുള്ള സകലനന്മയ്ക്കായിട്ടും ആരാധനയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനെയും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകലങ്ങൾക്ക് വേണ്ടിയും എല്ലാവരും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത ചൂടാത്ത സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന് പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുമായി അങ്ങനെയുള്ളവരായി തീരേണ്ടതിന് നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന് അങ്ങനെയുള്ള അതിഥികൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് ഇത് സഹകരണയെ വിളിച്ചതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിനക്കും പരിശുദ്ധാത്മാവും സർവ്വബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. തുടർന്ന് ഉള്ള പ്രാർത്ഥനയ്ക്ക് മുൻപായുള്ള ഗാനം ഈ സമയത്ത് ഗായക സംഘം പാടുന്നതായിരിക്കും. Thank you.
പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏകമനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷയും പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകും വണ്ണം നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിൻ്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തരികയും അവനോടുകൂടെ സകലവും ഞങ്ങൾക്ക് വേണ്ടി സൗജന്യമായി നൽകുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്പിതാവേ, ഞങ്ങൾ തിരുമുൻപാകെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന എല്ലാ ഞങ്ങളുടെ കാഴ്ചകളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ ദേഹം കൊണ്ടും ദേഹി കൊണ്ടും ആത്മാവ് കൊണ്ടും നിന്നെ സത്യമായും സ്വതന്ത്രമായും സേവിക്കുകയും നിന്റെ സേവയിൽ ഞങ്ങളുടെ പൂർണ്ണ സന്തോഷവും ആനന്ദവും കണ്ടെത്തുകയും ചെയ്യേണ്ടതിന് ഈ ഞങ്ങളുടെ ശരീരങ്ങളോടുകൂടെ നിന്നെ കേൾപ്പിച്ചു തരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. വിശ്വാസമുള്ള ഹൃദയത്തോടുകൂടി കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിപ്പീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖമേൽ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ആമേൻ. ആമേൻ. ദേവാലയത്തോട് അറിയിക്കുവാനുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ വലിയ കൃപ ക്രൈസ്റ്റ് ചർച്ച് കുടുംബം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പകർച്ചവ്യാധികളുടെ നടുവിലും ദൈവത്തിൻ്റെ വലിയ കൃപയിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായും ഈ പ്രദേശത്തിൻ്റെ പലയിടങ്ങളിലായും ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് ഭവനങ്ങളിലിരുന്നും ഈ ദേവാലയത്തിലെ മാത്രമല്ല ഈ ലിങ്ക് കാണുന്ന എല്ലാവരോടുമുള്ള സ്നേഹത്തെ അറിയിക്കുകയും ചെയ്യട്ടെ. ചൊവ്വാഴ്ച ദിവസങ്ങളിലാണല്ലോ നമ്മൾ ഉപവാസ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്നേ ദിവസം ഭവനങ്ങളിൽ കഴിയുന്നത്ര പേരും രാവിലെ 10:30 മണി മുതൽ 12 മണി വരെ ഉപവാസ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്കും വേദപുസ്തകങ്ങളുടെ പഠനങ്ങൾക്കുമായിട്ട് വേർതിരിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. സ്ത്രീജനസഖ്യമായി കൂടി വരുന്ന ബുധനാഴ്ച വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയുള്ള സമയങ്ങളിൽ വേദപുസ്തക പഠനത്തിനായിട്ടും പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾ വളർത്തുന്നതിനായിട്ടും നിങ്ങളുടെ നിമിഷങ്ങളെ വേർതിരിക്കണമേ എന്ന് സ്ത്രീജന സഖ്യ അംഗങ്ങളോട് താൽപ്പര്യപ്പെടുന്നു. വിവാഹ വിളിച്ചു ചൊല്ല്. CSI ക്രൈസ്റ്റ് ചർച്ച് സഭാംഗമായ മിസ്റ്റർ KS ജെയിംസിൻ്റെയും മിസ്സിസ് EC സെലീനാമയുടെയും മകൾ ഹണി ജെയിംസും CSI സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ച് തൃപ്പൂണിത്തറ സഭാംഗമായ മാത്യു വർഗീസിൻ്റെയും ശോശാമ മാത്യുവിൻ്റെയും മകൻ വർഗീസ് മാത്യുവും തമ്മിലുള്ള വിവാഹം 2020
ജൂൺ മാസം 29-ാം തീയതി CSI സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ച് തൃപ്പൂണിത്തറ ദേവാലയത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവർ തമ്മിൽ വിവാഹിതരാകുന്നതിന് ന്യായമായ തടസ്സങ്ങളുണ്ടെന്ന് നിങ്ങളിൽ ആരെങ്കിലും അറിയുന്നതായാൽ ഇതിനെ രേഖാമൂലം ഇടവക പട്ടക്കാരനെ അറിയിക്കേണ്ടതാണ്. ഇത് 3-ാമത് പ്രാവശ്യം പ്രസിദ്ധം ചെയ്തുകൊള്ളുന്നു. കുടുംബജീവിതത്തിലേക്ക് നാളെ പ്രവേശിക്കുവാനായിട്ടിരിക്കുന്ന വർഗീസ് മാത്യുവിന് വേണ്ടിയും ഹണി ജെയിംസിന് വേണ്ടിയും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ തുണയെ നൽകുമെന്ന് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ള വാക്കുകൾക്കായിട്ട് സ്തോത്രം കരയേറ്റുന്നു. ഹണിയും വർഗീസ് മാത്യുവും കർത്താവെ അവരൊരുമിച്ച് ചേർന്ന് ഏറ്റവും അനുഗ്രഹമുള്ളൊരു കുടുംബജീവിതം നയിക്കുവാൻ ഈ പകലും രാത്രിയും അങ്ങയുടെ കൃപ അവരുടെ മേൽ വ്യാപരിക്കണമേ. നാളത്തെ വിവാഹം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി നടക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ എല്ലാ ഒരുക്കങ്ങളിലും 2 ഭവനങ്ങളുടെ എല്ലാ ക്രമീകരണങ്ങളിലും കർത്താവെ ദൈവത്തിൻ്റെ നടത്തിപ്പ് അനുഭവിപ്പാനിടയാക്കണം. ഞങ്ങൾക്കായി ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. CSI ക്രൈസ്റ്റ് ചർച്ച് എളംകുളം പ്രയർ ഗ്രൂപ്പിലെ വൈറ്റില നോർത്ത് പ്രയർ ഗ്രൂപ്പ് ഒരു വെർച്വൽ ക്വയർ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്ന പ്രസ്തുത ഗാനത്തിൽ ഒരു വെർച്വൽ ക്വയർ ചെയ്യുകയുണ്ടായി. ഇന്നേ ദിവസം അതിൻ്റെ വീഡിയോ റിലീസ് ചെയ്തു. ഇത് കേൾക്കുന്ന ലോകത്തിലെ നാനാവിധത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിൽ ആശ്വാസത്തിനും പ്രത്യാശയ്ക്കും കുറെ കൂടി ധൈര്യത്തിനുമൊക്കെയും ഇടയാകട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി നടത്തുകയും സൗഖ്യമായി നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ആരാധനയ്ക്ക് അവസാനമായി സമാപന ഗാനം ഗായക സംഘം ആലപിക്കുമ്പോൾ നമുക്കും ഗായക സംഘത്തോട് ചേർന്ന് ഒരുമിച്ച് പാടാം. Oh
കൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടു കൂടി നമ്മുടെ ഭവനങ്ങളിൽ ആയിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ.